ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ എപ്പോഴെങ്കിലും മുള്ളൻ പന്നിയെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഒരേ സമയം തന്നെ അത്ഭുതവും അതേപോലെ തന്നെ ഏറ്റവും അപകടകരമായ ഒരു ജീവി കൂടിയാണ് മുള്ളൻ പന്നി. മൂർച്ചയുള്ള ഇതിൻ്റെ മുള്ളുകളെ ഭയന്ന് മനുഷ്യരും കാട്ടിലെ രാജാവായ സിംഹം പോലും ഇവയുടെ അടുത്തേക്ക് അടുക്കാറില്ല. പക്ഷേ ഇന്ന് പല രാജ്യങ്ങളിലും മുള്ളൻ പന്നികളെ വളർത്തി കർഷകർ കോടികൾ ആണ് സമ്പാദിക്കുന്നത്. ഇവയുടെ മാംസത്തിന് ഏറ്റവും ഉയർന്ന ഗുണനിലവാരവും വളരെ രുചികരമാണ് എന്നുള്ളത് മാത്രമല്ല, പല രാജ്യങ്ങളിലും വലിയ വിരുന്ന് സൽക്കാരങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവം തന്നെയാണ് ഈ പന്നിയിറച്ചി. ഇത്ര ചെറിയ ഒരു ജീവിയാണ് എന്ന് കരുതി ഇതിനെ തള്ളിക്കളയേണ്ട. ഇതിൻ്റെ ശരീരത്തിൽ ഏകദേശം 30,000-ഓളം ചെറിയ മുള്ളുകളും വലിയ മുള്ളുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ എത്ര വലിയ ശത്രുവിനെ പോലും നിഷ്പ്രയാസം തോൽപ്പിക്കുവാൻ ഇവയ്ക്ക് സാധിക്കും. ഏതെങ്കിലും ശത്രുക്കൾ ഇവയുടെ അടുത്തു വന്നാൽ ഇവ മുള്ളുകൾ ഉയർത്തി പ്രതിരോധം സൃഷ്ടിക്കും. എന്നിട്ടും ശത്രു പിന്മാറുന്നില്ല എന്ന് കണ്ടാൽ തൻ്റെ ശരീരത്തിൽ ഉള്ള 100 കണക്കിന് മുള്ളുകളെ അസ്ത്രം വിടുന്നത് പോലെ കുടഞ്ഞ് ശത്രുവിൻ്റെ മേൽ പ്രഹരം സൃഷ്ടിക്കുവാൻ ഇവയ്ക്ക് നിമിഷങ്ങൾ മതി. ശരീരത്തിൽ തുളഞ്ഞ് കയറിയാൽ പെട്ടെന്ന് നീക്കം ചെയ്യാൻ ആവാത്ത പ്രത്യേക രീതിയിലുള്ള മുള്ളുകളാണ് ഇവയുടെ ശരീരത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പ്രഹരം ഏറ്റിട്ടുള്ള ഏതൊരു ശത്രുവും പിന്നീട് ഇവയുടെ അടുത്തേക്ക് വരികയില്ല. ഈ കാരണത്താൽ തന്നെ മുള്ളൻ പന്നികളെ ആക്രമിക്കുക എന്നുള്ളത് അത്ര ബുദ്ധിപരമായ കാര്യമല്ല. എന്നാൽ ഇങ്ങനെയുള്ള മുള്ളൻ പന്നികളെ ഇന്ന് മിക്ക രാജ്യങ്ങളിലും വലിയ ഫാമുകളിൽ ആയിരക്കണക്കിന് വളർത്തി കർഷകർ കോടികളാണ് ലാഭം ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഫാമുകളിൽ ഇവയെ വളർത്തുന്നത് 2-3 പ്രയോജനങ്ങൾ ഉണ്ട്. ഇവയിൽ ഒന്നാമത്തേത്, ആവശ്യത്തിന് ഇറച്ചി മാർക്കറ്റിൽ ലഭ്യമാകുന്നത് കൊണ്ട് തന്നെ കാട്ടിലുള്ള ഇവയുടെ വേട്ടയാടൽ നിർത്തപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇവയുടെ വംശനാശം നിലനിർത്തുന്നതിന് സഹായകമാകുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ പശുക്കളെയും പന്നികളെയും എല്ലാം വളർത്തുന്ന ഫാം ഉണ്ട്. എന്നാൽ ഇവയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഏറ്റവും ലാഭകരമായി വളർത്താൻ പറ്റുന്ന ഒരു കൃഷി തന്നെയാണ് മുള്ളൻ പന്നി വളർത്തൽ. പന്നികളെയും പശുക്കളെയും വളർത്തുന്നതിന് ഫാമിന് ധാരാളം സ്ഥലം ആവശ്യമാണ്. എന്നാൽ അത്രയും സ്ഥലത്ത് തന്നെ ആയിരക്കണക്കിന് മുള്ളൻ പന്നികളെ വളർത്തുവാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഫാമിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവയുടെ വലിപ്പം വളരെ ചെറുതായതിനാൽ തന്നെ ചെറിയ കൂടുകളിൽ പോലും 5-10 മുള്ളൻ പന്നികളെ വെച്ച് വളർത്തുവാൻ സാധിക്കും. അധികം വെയിൽ ഏൽക്കാത്തതും മഴ കൊള്ളാത്തതുമായ കെട്ടിടങ്ങളിൽ എല്ലാം ഇവയെ വളർത്താവുന്നതാണ്. വലിയ പന്നികളെ വളർത്തുമ്പോൾ ഉണ്ടാകുന്ന ദുർഗന്ധമോ മറ്റ് ശല്യങ്ങളോ ഒന്നും തന്നെ മുള്ളൻ പന്നികളെ വളർത്തുമ്പോൾ ഉണ്ടാകുന്നില്ല. ഒരു ചെറിയ ഫാമിൽ പോലും ആയിരക്കണക്കിന് മുള്ളൻ പന്നികളെ വളർത്തുവാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഫാമിൻ്റെ പ്രത്യേകത. എന്നാൽ വലിയ പന്നികളെ വളർത്തുന്നതിൽ കൂടുതൽ വില ഇവയ്ക്ക് ലഭിക്കുകയും ചെയ്യും. അങ്ങനെ ഏറ്റവും ലാഭകരമായി വളർത്താൻ പറ്റുന്ന ഒരു ഫാമിംഗ് രീതി കൂടിയാണ് ഇത്. കോൺക്രീറ്റ് ചെയ്ത തറയിൽ ചെറിയ ചെരുവോടുകൂടി കൂടുകൾ നിർമ്മിക്കാവുന്നതാണ്.
മുള്ളൻ പന്നികളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവ എല്ലാത്തരം ഭക്ഷണങ്ങളും കഴിക്കും എന്നുള്ളത് തന്നെയാണ്. ഇലയും ചെടിയും പഴങ്ങളും തണ്ടുകളും എല്ലാം. വാഴയുടെ ഇലയും തണ്ടും പഴങ്ങളും ചെറിയ പ്രാണികളും ഒച്ചുകളും വണ്ടുകളും മണ്ണിരകളും എന്നിവ എല്ലാം ഇവ ഭക്ഷിക്കും. ഇങ്ങനെ എല്ലാത്തരം ഭക്ഷണങ്ങളും ഇവ കഴിക്കുന്നത് കൊണ്ട് തന്നെ നല്ല പ്രോട്ടീൻ ലഭ്യമായി വളരെ വേഗത്തിൽ ഇവ വളർന്ന് വലുതാകുന്നു. പഴങ്ങളും പച്ചക്കറികളും വളർത്തുന്ന കർഷകർക്ക് അതിനോട് കൂടി തന്നെ കൊണ്ടുപോകാവുന്ന എന്നാൽ ഏറ്റവും സാമ്പത്തിക ലാഭം കിട്ടുന്നതുമായ ഒരു ഫാം തന്നെയാണ് പന്നി ഫാം. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇന്ന് മുള്ളൻ പന്നികളെ വളർത്തുവാൻ അനുമതിയില്ല. എന്നാൽ ഇതുപോലെ ഫാമുകളിൽ ഇവയെ വളർത്തുന്നതിന് ആവശ്യമായ അനുമതി ലഭ്യമാകുകയാണെങ്കിൽ ഇവയുടെ വേട്ടയാടൽ കുറയപ്പെടുകയും അതുപോലെ തന്നെ യഥേഷ്ടം മാർക്കറ്റുകളിൽ ഇതിൻ്റെ ഇറച്ചി ലഭിക്കുകയും ചെയ്യും. എല്ലാ സമയത്തും ലഭ്യമാകുന്ന പഴങ്ങളും പച്ചക്കറികളും ഇവ ഭക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവയുടെ ആഹാരത്തിനായി ചിലവഴിക്കുന്ന തുക വളരെ കുറച്ചുകൊണ്ട് വളരെ ആദായകരമായി ഇവയെ വളർത്തുവാനും സാധിക്കും. അധികം തണുപ്പുള്ള കാലാവസ്ഥയെ ഇവ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ തണുത്ത കാലാവസ്ഥയിൽ ചെറിയ കുഴികളെടുത്ത് അതിനുള്ളിലാണ് ഇവ വസിക്കുന്നത്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ കർഷകർ തണുപ്പ് സമയങ്ങളിൽ പ്രത്യേക കൂട് ഉണ്ടാക്കി ഇവ അതിനുള്ളിൽ വസിക്കുകയും ചെയ്യും. ആൺപന്നികളെയും പെൺപന്നികളെയും വേറിട്ട കൂടുകളിലാണ് താമസിപ്പിക്കുന്നത്. ഒരു വർഷം കൊണ്ട് തന്നെ ഏകദേശം 10 കിലോയിൽ മുകളിൽ ഓരോ പന്നിയും വളർന്ന് വലുതാകുന്നു. 10 കിലോ ഇറച്ചി മാത്രമേ ഒരു മുള്ളൻ പന്നിയിൽ നിന്ന് ലഭ്യമാകൂ എന്ന് കരുതി നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം 1 കിലോ ഇറച്ചിയുടെ വില എന്ന് പറയുന്നത് നമ്മൾ കേട്ടാൽ അത്ഭുതം തോന്നുന്ന വിലയാണ്. സവിശേഷമായ പ്രോട്ടീൻസുകളാലും രുചികളാലും ആവശ്യക്കാർ ധാരാളമുള്ള ഒരു ഇറച്ചി തന്നെയാണ് മുള്ളൻ പന്നിയുടെ ഇറച്ചി. അതുകൊണ്ട് തന്നെ ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഇവയ്ക്ക് നല്ല ഡിമാൻഡാണ്. നല്ല പ്രോട്ടീൻസുകളാൽ സമ്പുഷ്ടമായ ഇതിൻ്റെ ഇറച്ചി പോർക്കിറച്ചിയേക്കാളും പോത്ത് ഇറച്ചിയേക്കാളും രുചികരമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇവയെ കൊന്ന് ഇറച്ചി വേർതിരിച്ച് എടുക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധ വേണ്ട ഒരു കാര്യം തന്നെയാണ്. കണ്ണിന് മുകളിൽ പ്രത്യേക ഗ്ലാസുകളും കയ്യിൽ ഗ്ലൗസുകളും എല്ലാം ഉപയോഗിച്ചാണ് ഇവയുടെ ഇറച്ചി വേർതിരിച്ചെടുക്കുന്നത്. മുള്ളൻ പന്നിയുടെ ശരീരത്തിലെ മുള്ളുകൾ നീക്കം ചെയ്യുന്നത് പല വിധമാണ്. നല്ല ചൂടുവെള്ളത്തിൽ മുക്കി വളരെ വേഗത്തിൽ ഇവയുടെ മുള്ളുകൾ വേർപെടുത്താവുന്നതാണ്. വളരെ സാവധാനത്തിൽ വേവിച്ചെടുക്കുന്ന ഇവയുടെ ഇറച്ചി അതീവ രുചികരമാണ്. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിലും റെസ്റ്റോറൻറ്റുകളിലും വലിയ വിരുന്ന് സൽക്കാരങ്ങളിൽ പോലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഇറച്ചി തന്നെയാണ് ഈ മുള്ളൻ പന്നിയുടെ ഇറച്ചി. മുള്ളൻ പന്നി വളർത്തുന്ന ഫാമുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അഭിപ്രായം എന്തായാലും അത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കമൻ്റായി എഴുതാൻ മറക്കരുത്.